മഹാരാഷ്ട്രയിൽ അനിശ്ചിതത്വം തുടരുന്നു. മഹാരാഷ്ട്രയിൽ വമ്പൻ വിജയം നേടിയെങ്കിലും വല്ലാത്തൊരു പെടലിൽപ്പെട്ട് കിടക്കുകയാണ് ശിവസേന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ. മുഖ്യമന്ത്രി മോഹം ഉപേക്ഷിച്ച് ഉപമുഖ്യമന്ത്രിയായ ഷിൻഡെയ്ക്ക് ആഭ്യന്തര വകുപ്പും ലഭിക്കാൻ വഴിയില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. മഹാരാഷ്ട്രയിൽ വമ്പൻ വിജയത്തോടെ തുടർഭരണം ഉറപ്പാക്കിയ ഏക്നാഥ് ഷിൻഡെ ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു. കിട്ടിയില്ല. 2.5 വർഷം നൽകണമെന്ന ആവശ്യവും ഒന്നാം കക്ഷിയായ BJP തള്ളി. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വഴങ്ങുമ്പോൾ ആഭ്യന്തരം ചോദിച്ചു. അതും കിട്ടാൻ വഴിയില്ല. നഗരവികസനത്തിനൊപ്പം റവന്യൂ കൂടി നൽകണമെന്ന ആവശ്യവും അംഗീകരിക്കാൻ വഴിയില്ലെന്നാണ് ഒടുവിലത്തെ സൂചന. മുഖ്യമന്ത്രിയുടെയും 2 ഉപമുഖ്യമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും മന്ത്രിസഭാ വികസനമോ വകുപ്പ് വിഭജന ചർച്ചയോ എങ്ങും എത്തിയിട്ടില്ല. എന്നു നടക്കുമെന്നതിൽ BJP ഉറപ്പും പറയുന്നില്ല. എല്ലാ വകുപ്പും ഇപ്പോൾ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനാണ്. ഉപമുഖ്യമന്ത്രിമാർ വകുപ്പില്ലാതെ തുടരുന്നു. മന്ത്രിസഭാ വികസനം വൈകുന്നതിലോ ശിവസേനയുടെ സമ്മർദ്ദത്തിലോ BJP ദേശീയ നേതൃത്വവും ഇടപെടുന്നില്ല. വഴങ്ങുകയല്ലാതെ മുന്നിൽ വഴിയില്ലെന്ന അവസ്ഥയിലാണ് ശിവസേന. 57 MLA-മാരുള്ള ശിവസേന പോയാലും 132 MLA-മാരുള്ള BJPയും 41 MLA-മാരുള്ള NCPയും ചേർന്നാൽ കേവല ഭൂരിപക്ഷവും കടന്ന് 28 MLA-മാർ അധികമുണ്ട്. ഫലത്തിൽ താൻ മുഖ്യമന്ത്രിയായിരുന്നു നേടിയ വമ്പൻ വിജയമാണ് ഷിൻഡെ ഇപ്പോൾ ദുർബലനാക്കുന്ന മുഖ്യ ഘടകം. ഇത്ര വലിയ വിജയം വേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിക്കുന്നവരിലൊരാൾ ഇപ്പോൾ ഷിൻഡെ ആയിരിക്കുമെന്ന് പറയാനുള്ള കാരണവും ഇതാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18.